റഷ്യയുടെ എണ്ണ ശുദ്ധീകരണശാലകളിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ അതിലും ഗുണം ഇന്ത്യക്ക് തന്നെയാണ്. കാരണം റഷ്യയുടെ ചില റിഫൈനറികൾ പ്രവർത്തനം നിർത്തിവെച്ചു. റഷ്യയുടെ മറ്റു റിഫൈനറികൾ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിൽ പൂർണ്ണമായും ഡിസ്കൗണ്ടഡ് തരത്തിൽ ഇന്ത്യക്ക് തന്നെയാണ് അധികവും ലഭിക്കുന്നത്. റഷ്യയുടെ സംസ്കരണ ശേഷിയെ ഗണ്യമായി കുറയ്ക്കുകയും ആഗോള വിതരണത്തിൽ വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഇന്ത്യക്കാണ് നേട്ടം മുഴുവൻ. റഷ്യൻ റിഫൈനറികളിൽ ഉക്രൈന്റെ ഡ്രോൺ ആക്രമണങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ ശുദ്ധീകരണ ലാഭം, മത്സ്യാധിഷ്ഠിത ക്രൂഡ് ഓയിൽ വില നിർണയം, ഉയർന്ന കയറ്റുമതി, യൂറോപ്പിലേക്കുള്ള ശക്തമായ ഇന്ത്യയുടെ എണ്ണ കയറ്റുമതി, ഇതിലെല്ലാം ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കാനാകും. ഇതുവഴി ആഗോള എണ്ണ മേഖലയിൽ മികച്ചൊരു കയറ്റുമതിക്കാരനാകാനാണ് ഇന്ത്യൻ റിഫൈനറികളും നോക്കുന്നത്. റഷ്യ കൂടുതൽ വിലക്കുറവിൽ ക്രൂഡ് ഓയിൽ ഓഫ്ലോഡ് ചെയ്യാൻ നിർബന്ധിതരായതോടെ ഇന്ത്യ തങ്ങളുടെ വാങ്ങലും വർദ്ധിപ്പിച്ചിരിക്കുന്നു. കാരണം റഷ്യക്ക് ഉക്രൈന്റെ ഡ്രോൺ ഭീതിയിൽ അധികം എണ്ണ തങ്ങളുടെ രാജ്യത്ത് സൂക്ഷിക്കാനുള്ള ശേഷിയും കുറവാണ്. ആഗോള ഡീസൽ ലഭ്യത കുറവായ സമയത്ത് ഇന്ത്യൻ റിഫൈനറികൾക്ക് ചെലവ് ലാഭിക്കാനും ശക്തമായ ക്രൂഡ് ഓയിൽ ശുദ്ധീകരണത്തിനുള്ള വഴികളും തുറന്നു കിട്ടിയിരിക്കുന്നു. ഇന്ത്യൻ പ്ലാന്റുകൾ അപ്പോൾ എന്താ ചെയ്തത്? ഇന്ത്യൻ പ്ലാന്റുകൾ പരമാവധി ശേഷിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിഫൈനറി മാർജിനുകൾ ഇന്ത്യക്ക് വർദ്ധിച്ചു. റഷ്യൻ തടസ്സങ്ങൾ അതിനോടൊപ്പം തന്നെ ചൈനീസ് റിഫൈനറികളിലെ ഈ കാലയളവിലെ അറ്റകുറ്റപ്പണികൾ ഇതെല്ലാം ആയപ്പോൾ റഷ്യയുടെ ക്രൂഡ് ഓയിൽ മൊത്തത്തിൽ വരുന്നത് ഇന്ത്യയിലേക്ക് തന്നെ എന്ന് പറയാം. ഇന്ത്യയിൽ നിന്നും അത് യൂറോപ്പിലേക്കും മറ്റും കയറ്റുമതി ചെയ്യുന്നു. അതാണ് ഇന്ത്യയുടെ കഴിവെന്നിടത്താണ് ആ എണ്ണ മേഖലയിലെ വിപണന തന്ത്രം ഇരിക്കുന്നത്. റഷ്യക്കെതിരെ 2 വർഷം മുമ്പാണ് ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ യൂറോപ്പ് തങ്ങളുടെ പൈപ്പ് ലൈൻ വഴിയുള്ള പ്രകൃതിവാതകവും പിന്നെ മറ്റ് എണ്ണ വാങ്ങലും ഒക്കെ നിർത്തിവെച്ചത്. ഈ ഉപരോധം കാരണം യൂറോപ്പാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ വാങ്ങലുകാരൻ. എങ്കിലും ചില വെല്ലുവിളികളുണ്ട്. പെട്രോളിയം കയറ്റുമതിയിലെ US താരിഫുകൾ ഇന്ത്യക്ക് വിനയാണ്. ലോജിസ്റ്റിക്കൽ പോയിന്റുകൾ അത് വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ ഈ സംഘർഷം നീണ്ടു നിന്നാൽ അത് വിലയെ വീണ്ടും ബാധിക്കും. ഈ എതിർപ്പുകൾക്കിടയിലും ഇന്ത്യയുടെ അവസരവാദ ഊർജ്ജതന്ത്രം അതിനെ അങ്ങനെയാണ് വിളിക്കുന്നത്. കാരണം റഷ്യക്ക് അധികം ക്രൂഡ് ഓയിൽ സംഭരിച്ചു വയ്ക്കാൻ ശേഷിയില്ലാത്തപ്പോൾ ഇന്ത്യ അത് വാങ്ങുന്നു. ഇന്ത്യൻ റിഫൈനറികൾ കൂടുതൽ സമയം പ്രവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നു, അതിനെ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഇതാണ് ഇന്ത്യയുടെ അവസരവാദ ഊർജ്ജതന്ത്രം. പിന്നെ തന്ത്രപരമായ വാങ്ങൽ, ഇന്ത്യയുടെ മികച്ച ശുദ്ധീകരണ ശേഷി, ഇതൊക്കെ ആഗോള എണ്ണ വിപണന മേഖലയിൽ ഇന്ത്യക്ക് സ്വാധീനവും പ്രാധാന്യം നൽകുന്നതാണ്. റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലകളിൽ ഉക്രൈന്റെ ഡ്രോൺ ആക്രമണം ഇനിയും തുടർന്നാൽ നേട്ടം ഇന്ത്യക്ക് തന്നെയാണ്. അതിൽ പ്രധാനം കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് ലഭിക്കുമെന്നാണ്. ഉക്രൈന്റെ ഡ്രോൺ ആക്രമണം കാരണം റഷ്യൻ ശുദ്ധീകരണ ശേഷിക്ക് ഏകദേശം 20% ഇടിവുണ്ടായി എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് റഷ്യ ഏറ്റവും കിഴിവുള്ള വിലയിൽ അസംസ്കൃത എണ്ണ ഇന്ത്യക്ക് വിൽക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇന്ത്യൻ റിഫൈനർമാർക്ക് $5-6 ബാരലിന് വരെ വില കുറച്ച് നൽകാൻ ഇപ്പോൾ റഷ്യ തയ്യാറാണ്. അടുത്തിടെ ഇന്ത്യൻ റിഫൈനർമാർക്ക് നൽകുന്ന ഉയർന്ന ശുദ്ധീകരണ മാർജിനുകൾ അതും ശ്രദ്ധേയമാണ്. റഷ്യയിലെ കുറഞ്ഞ സ്റ്റോക്ക് കാരണം വില കുറഞ്ഞ ഫീഡ് സ്റ്റോക്ക്, ആഗോള ഡീസൽ വിതരണം കുറഞ്ഞതുമൊക്കെ അങ്ങനെ ഇന്ത്യൻ റിഫൈനർമാർക്ക് നേട്ടമായിരിക്കുന്നു. ഇന്ത്യയുടെ റിഫൈനിങ് മാർജിൻ അത് ഏകദേശം $1 മുതൽ $1.5 വരെയായി ഉയർന്നു എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. പിന്നെ യൂറോപ്പിലെ കയറ്റുമതി അളവിലും യൂറോപ്പിലെ വിപണി വിഹിതത്തിലും ഇന്ത്യ നേട്ടമുണ്ടാക്കി. ഉപരോധങ്ങൾ കാരണം യൂറോപ്പ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഡീസൽ കയറ്റുമതി നേരത്തെ പറഞ്ഞതുപോലെ 137% വർദ്ധിച്ചു. റഷ്യൻ ഇന്ധനത്തിന്മേലുള്ള ഉപരോധങ്ങൾക്ക് മുമ്പ് യൂറോപ്പിന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള നിർണായക ഒരു വിതരണക്കാരനായി എങ്ങനെ ഇന്ത്യ മാറി. ചൈനയിലെ റിഫൈനറികൾ ഇപ്പോൾ അറ്റകുറ്റ സീസണിലാണ്. അറ്റകുറ്റപ്പണികൾ അവിടെ നടക്കുമ്പോൾ ചൈനയ്ക്ക് കൂടുതൽ അസംസ്കൃത എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങാനോ അതിന് റിഫൈൻ ചെയ്തെടുക്കാനോ ഉള്ള ശേഷി തൽക്കാലത്തേക്ക് ഇല്ല എന്ന് വേണം കരുതാൻ. കാരണം വളരെ പരിമിതമായ തരത്തിലാണ് ചൈനയിലെ റിഫൈനറികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇത് ഇന്ത്യക്ക് കൂടുതൽ റഷ്യൻ എണ്ണ പ്രോസസ്സ് ചെയ്യാനും അതുവഴിയുള്ള കയറ്റുമതി അളവ് കൂട്ടാനും ഒക്കെ ഇന്ത്യയെ സഹായിക്കും. പിന്നെ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വിലക്കുറവിൽ വാങ്ങുന്നതോടെ ഇന്ത്യക്ക് ലഭിക്കുന്ന വാർഷിക നേട്ടം ഏതാണ്ട് $2.5 ബില്യൺ വരെ എത്തുമെന്ന കണക്കുകൾ. ഇത് ഇന്ത്യയുടെ ദേശീയ GDP-യിലും ഊർജ്ജ മേഖല വളർച്ചയിലും നിർണായകമായ പങ്ക് വഹിക്കും.
പിന്നെ ഇതിൽ ചില വെല്ലുവിളികളുണ്ട്. റഷ്യയുടെ ശുദ്ധീകരണ ശേഷി പരിമിതമായി എന്നുവരെ തുടരുന്നോ അന്നുവരെയാകും ഇന്ത്യക്ക് ഈ നേട്ടം കൊയ്യാനാകുക. എന്ന് റഷ്യയുടെ ഉക്രൈൻ തകർത്ത ആ എണ്ണ ശുദ്ധീകരണശാലകൾ വീണ്ടും പ്രവർത്തനക്ഷമമാകുന്നുവോ അപ്പോൾ ഇന്ത്യക്ക് ഈ ഡിസ്കൗണ്ട് വിലയിൽ നിന്നും അല്പം ഉയർന്ന വില നൽകേണ്ടി വരും. എന്നാലും ഈ കാലയളവിൽ ഇന്ത്യക്ക് ഇതൊരു മികച്ച വിപണന തന്ത്രം തന്നെയാണ്. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US തീരുവ ചുമത്തുന്നത് അതും മറ്റൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഡൽഹിയിൽ ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ. റഷ്യൻ എണ്ണ വാങ്ങുന്നതും അത് സംസ്കരിച്ച് കയറ്റുമതി ചെയ്യുന്നതിനും ഒക്കെ ഇന്ത്യക്ക് US-ലേക്കുള്ള ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ ഉള്ള താരിഫുകൾ എങ്ങനെയാണെന്ന് ഇനി കണ്ടറിയണം. കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിക്കണമെന്ന് അടുത്തിടെയാണ് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ അത് കേട്ടമട്ട് എടുത്തിട്ടില്ല. പക്ഷേ അതിലൊരു വീണ്ടും വിചാരം ഉണ്ടായിക്കൂടാ എന്നില്ല. അതിനു മുമ്പ് തന്നെ തങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്ന നിലപാടിലാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് US-ഉമായുള്ള വ്യാപാര ചർച്ചകൾക്ക് ഇന്ത്യ മുമ്പും പിമ്പും നോക്കാതെ സമ്മതം മൂളിയത്. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ ഇന്ത്യയുടെ ലോജിസ്റ്റിക്സിലും പിന്നെ വിതരണ ശൃംഖലയിലും ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാകാം. കാരണം ഇന്ത്യ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇത്രയും കൂടുതൽ അളവിലുള്ള ഡീസൽ യൂറോപ്പിലേക്കും മറ്റും പമ്പ് ചെയ്യുന്നത്. കാരണം യൂറോപ്പിൽ അവർക്കത് ആവശ്യമാണ്. ശൈത്യകാലത്തൊക്കെ യൂറോപ്പിൽ അധിക ഡീസൽ ഒക്കെ തണുപ്പിന് നേടാൻ വേണ്ടി വരും. അപ്പോൾ കൂടുതൽ ഈ ഒരു ആവശ്യം കണ്ടറിഞ്ഞ് ഇന്ത്യ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ കയറ്റുമതി മാർഗങ്ങൾ ലോജിസ്റ്റിക്സ് അത് പരിമിതമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു നിയന്ത്രിതമായ അളവിലാണ്. അത് ഇന്ത്യ വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യക്ക് ഇതിനൊരു പരിധിയുണ്ട്. ആ പരിധിയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും റഷ്യയുടെ ക്രൂഡ് ഓയിലിന്റെ വില എത്രയും കുറച്ച് കിട്ടുന്നുവോ അത്രയും ഇന്ത്യൻ റിഫൈനർമാർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച